ലോകകപ്പ് നേടിത്തന്നാൽ പോലും ടീമിൽ സ്ഥാനമുറപ്പില്ലാത്ത ഒരു കളിക്കാരനുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ. പേര് സഞ്ജു വിശ്വനാഥ് സാംസൺ. 3 അർദ്ധ സെഞ്ചുറികളോടെ ഇന്ത്യയെ ലോക കിരീടത്തിലേക്ക് നയിച്ചിട്ടും വെറും 3 മോശം പ്രകടനത്തിന്റെ പേരിൽ വീണ്ടും കഴിവില്ലാത്തനെ ചിത്രീകരിക്കപ്പെട്ട മലയാളി താരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സഞ്ജു സാംസണെ പോലെ അവഗണന ഏറ്റുവാങ്ങിയ മറ്റൊരു താരവുമില്ലെന്ന് പറയാം. ലഭിച്ച അവസരങ്ങളിലെല്ലാം തൻ്റെതായ അടയാളപ്പെടുത്തൽ നടത്തിയെങ്കിലും തഴയപ്പെടലും അവഗണനയും മാത്രമാണ് എന്നും ബാക്കിയാകുന്നത്. ഒടുവിൽ തുടർച്ചയായ ഈ തഴയപ്പെടലിലും സെക്ടർമാരുടെ ഇരട്ടത്താപ്പിലും മനസ്സ് തുറന്നിരിക്കുകയാണ് സഞ്ജു. നമ്മുടെ രാജ്യത്ത് എപ്പോഴും മത്സരം നടക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാണ്. 2026 2020 ലോകകപ്പിന് മുമ്പ് തന്നെ ഇതിന്റെ ഭാഗമാവാൻ ഇല്ലെന്ന് തീരുമാനിച്ചതുമാണ്. മത്സരം ആഘോഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിരവധി കാര്യങ്ങൾ എനിക്ക് നേടാനായി. ഇപ്പോൾ എനിക്ക് 31 വയസ്സായി. ഇനി കുറച്ച് വർഷങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കളിയുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ബാറ്റ് ചെയ്യേണ്ടതെന്നും ആരും എന്നോട് പറയേണ്ടതില്ല. സഞ്ജുവാണ് സഞ്ജുവിനെ തീരുമാനിക്കുന്നത് എന്നാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ സംസാരിക്കവേ സഞ്ജു പറഞ്ഞത്. ഇന്ത്യൻ കുപ്പായത്തിൽ 10 വർഷത്തിലേറെ കളിക്കുന്ന സഞ്ജു ഇപ്പോഴും മികവ് തെളിയിക്കണം, സ്ഥിരത കളിക്കണം എന്നെല്ലാം പറയുന്ന സെലക്ടർമാരുള്ള പ്രതിഷേധവും അമർഷവും സഞ്ജുവിന്റെ വാക്കുകളിലുണ്ട്. ഇന്ത്യയെ ഒറ്റയ്ക്ക് തൊഴിലേറ്റി 2020 ലോകകപ്പ് കിരീട നേട്ടത്തിലേക്ക് എത്തിച്ചിട്ടും ഇത്തരമൊരു അവഗണന നേരിടുമ്പോൾ ഏത് താരവും നിരാശപ്പെടുമെന്ന് ഉറപ്പാണ്. സഞ്ജു 2018 2020 ലോകകപ്പ് പ്രതീക്ഷകളും പങ്കുവച്ചു. 2026 ഹീറോ ആയെങ്കിലും 2022 സീറ്റ് ഉറപ്പില്ലെന്നാണ് സഞ്ജു പറഞ്ഞത്. എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ കളിക്കും, മത്സരം ആസ്വദിക്കും, അതോടൊപ്പം നല്ലൊരു സാധാരണമായിരുന്ന് ടീമിനെ സഹായിക്കും. എന്നാൽ ഞാനത് എൻ്റെ വഴിയിലൂടെയാവും ചെയ്യുക. 2024 ലോകകപ്പിന് ശേഷം 2026 ലോകകപ്പ് ഞാൻ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു സമയത്ത് 15 ടീമിൽ പോലും ഞാൻ ഭാഗമല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് 2018 2020 ലോകകപ്പിന്റെ പദ്ധതികൾ ഞാൻ മെനയുക? ടീമിന് എന്നെ ആവശ്യമുണ്ടാവുകയും ഞാൻ നന്നായി കളിക്കുകയും ചെയ്താൽ എനിക്ക് അവസരമുണ്ടാവും. അതുണ്ടായില്ലെങ്കിലും ഞാൻ സന്തുഷ്ടനാണ്. കാരണം എൻ്റെ ഇതുവരെയുള്ള നേട്ടങ്ങൾ ആർക്കും എന്നിൽ നിന്ന് വേർപെടുത്താനാവില്ല എന്നാണ് സഞ്ജു പറയുന്നത്. തൻ്റെ നിരാശയും വേദനയുമെല്ലാം സഞ്ജുവിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. 3 മത്സരങ്ങളിൽ നിരാശപ്പെടുത്തിയതിന് പിന്നാലെയാണ് സഞ്ജുവിനെ സിംബാബ്വെ T20 പരമ്പരയിൽ നിന്ന് തഴഞ്ഞത്. ഇനി ഏഷ്യൻ ഗെയിംസിലൂടെയാണ് സഞ്ജുവിന് തിരിച്ചറിവ് സാധ്യമാവുക. ടീമിലുണ്ടെങ്കിലും കളിപ്പിക്കുന്ന കാര്യം കണ്ടറിയണം. വെസ്റ്റ് ഇൻഡീസിനെതിരെ 2020 പരമ്പരയിലും സഞ്ജുവിന് ടീമിൽ സ്ഥാനം ലഭിക്കുമെന്ന് ഉറപ്പില്ല. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ സഞ്ജുവിനെ പോലെ ഇത്രയധികം അവഗണിക്കപ്പെട്ട മറ്റൊരു താരവുമില്ലെന്ന് പറയാം. സാധ്യമായതെല്ലാം ചെയ്തിട്ടും സഞ്ജുവിനെ മാത്രം ഒതുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. 2022 2020 ലോകകപ്പിൽ സഞ്ജുവിനെ ഒതുക്കി പകരം അഭിഷേക് ശർമ്മ, വൈഭവ് സൂര്യവംശി ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ പരിഗണിക്കാനാവും ഇന്ത്യയുടെ പദ്ധതി. സെലക്ടർമാരുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയായാലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ സഞ്ജു സാംസൺ എന്ന പേര് എന്നും വേറിട്ട് തന്നെ നിൽക്കും. തുടർച്ചയായ അവഗണനകൾക്ക് മുന്നിലും പതറാതെ കിട്ടിയ അവസരങ്ങളിലൊക്കെ രാജ്യത്തിനായി സർവ്വതും നൽകിയ ഒരു പോരാളിയാണ് അയാൾ. ലോകകപ്പ് കിരീടത്തിന് തിളക്കമുള്ള ആ ചരിത്ര താളുകളിൽ സഞ്ജുവിന്റെ പേര് മായാതെ കിടപ്പുണ്ട്. തടയാൻ ശ്രമിക്കുന്നവർ ഒന്നോർക്കുക, റെക്കോർഡുകൾ മാറ്റി എഴുതപ്പെട്ടേക്കാം, പക്ഷേ സഞ്ജു സാംസൺ എന്ന താരം ഈ നാടിന് നൽകിയ സന്തോഷവും അഭിമാനവും ആർക്കും തിരുത്തി എഴുതാനാവില്ല.